Hello students, today I am going to present before you a PPT on business letters. So first of all, let's look what letter writing is. Letter writing is a skill in the world of business. So from the word skill itself, skill എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കഴിവാണ്. So letter writing എന്ന് പറയുന്നത് in the world of business it is a skill. അപ്പോൾ നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ബിസിനസ് ലെറ്റേഴ്സ്. സോ വാട്ട് യു മീൻ ബൈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് communication between people in an organization for the purpose of carrying out business activities. Business activities carry out ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ആളുകൾ ഏർപ്പെടുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടു റൈറ്റ് ആൻഡ് കൺവേ യുവർ തോട്ട്സ് എ വെരി എസെൻഷ്യൽ ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ചിന്തകൾ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് in business communication. A business letter is a letter from one company to another or between such organizations and other customers, clients, etc. ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി, ബിസിനസ് പേർപ്പസസിന് വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ. അത് ഓർഗനൈസേഷൻസ് തമ്മിലാവാം, ഇൻഡിവിജ്വൽസ് തമ്മിലാവാം, ബിറ്റ്വീൻ ദ കമ്പനി ടു ക്ലയൻറ്റ്സ് എക്സെട്ര. So here in this PPT, you'll learn and understand these 4 things. Basically, നമ്മൾ ഈ 4 കാര്യങ്ങളാണ് ഈ PPTയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദ നീഡ് ഫോർ റൈറ്റിംഗ് ഇഫക്റ്റീവ് ലെറ്റേഴ്സ്. ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ലെറ്റേഴ്സ് എഴുതാം, നമുക്ക് ലെറ്റേഴ്സ് എങ്ങനെ എഴുതുന്നു എന്നതിലല്ല, നമ്മളത് എത്ര ഇഫക്റ്റീവായിട്ട് നമുക്ക് എഴുതാം എന്നതിലാണ് കാര്യം. അതെങ്ങനെ സാധ്യമാവും? ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ദി എലമെൻറ്റ്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ. എന്തൊക്കെയാണ് ഒരു ബിസിനസ് ലെറ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ദ 3 ബേസിക് ലേഔട്ട്സ്. 3 ബേസിക് ആയിട്ടുള്ള ലേഔട്ട്സ് ഉണ്ട് ഒരു ബിസിനസ് ലെറ്ററിൽ. അത് 3 ഇവിടെ ഡീൽ ചെയ്യും. എലമെൻറ്റ്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ ഇൻ ഡീറ്റെയിൽ. ആ എലമെൻറ്റ്സ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടും ഡീൽ ചെയ്യുന്നുണ്ട്. First one, the need for writing business letters. So here arises a question. ഇവിടെ നമുക്കൊരു ചോദ്യം റേസ് ചെയ്യപ്പെടുവാണ്. ദാറ്റ് ഈസ്, ഡു വി റിയലി നീഡ് ബിസിനസ് ലെറ്റേഴ്സ് ഇൻ ദിസ് ഇൻ്റർനെറ്റ് ഇറ? ഈ ഒരു ഇൻ്റർനെറ്റ് ഇറയിൽ ഈ ബിസിനസ് ലെറ്റേഴ്സിൻ്റെ ആവശ്യകത നമുക്ക് ശരിക്കും ഉണ്ടോ, അതിൻ്റെ നീഡുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ വിൽ ബി ഡെഫിനറ്റ്ലി യെസ്. നമുക്ക് ശരിക്കും അത് വേണമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഫോർമൽ റൈറ്റിംഗ്. ഒരു ഫോർമൽ റൈറ്റിങ്ങിന് നമുക്ക് തീർച്ചയായിട്ടും ലെറ്റേഴ്സ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് യൂസ് ഫോർ റെക്കോർഡിംഗ് പർപ്പസ്. ബിസിനസ്, നമുക്കൊരു ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അതിനെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. അതുപോലെ പ്രൊഫഷണൽ ഔട്ട്ലുക്ക് ആൻഡ് ഫോർ ബിൽഡിംഗ് അപ്പ് ഗുഡ് വിൽ. അപ്പോൾ ഈ 4 പോയിൻറ്റ്സും അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. ഫസ്റ്റ് വൺ, റെക്കോർഡിംഗ് പർപ്പസ്. അൺലൈക്ക് ഇമെയിൽ ഓർ SMS, which has got no life or validity, business letters are written in a proper manner and signed by a particular dignitary. So, no one can say or escape from the fact that it can't be stored and recorded. It can even be retrieved and also used for later purpose. ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് പേർപ്പസാണ് ലെറ്റേഴ്സിനുള്ളത്, എസ്പെഷ്യലി ബിസിനസ് ലെറ്റേഴ്സ്. അപ്പോൾ ഒരു ബിസിനസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഇമെയിൽ അല്ലെങ്കിൽ SMS പോലെ അല്ല. അതിനൊരു വാലിഡിറ്റി കാണില്ല ഒരു ഇമെയിലിന് അല്ലെങ്കിൽ ഒരു SMS-ന്. അപ്പോൾ അതുപോലെ അല്ല ഒരു ബിസിനസ് ലെറ്റർ. അതൊരു പ്രോപ്പർ മാനറിലായിരിക്കും എഴുതപ്പെടുന്നത്. അതിനൊരു എറ്റിക്വറ്റ് കാണും. ആൻഡ് ഇറ്റ് ഈസ് സൈൻഡ് ബൈ എ പെർട്ടിക്കുലർ ഡിഗ്നിറ്ററി. ഒരു ലെറ്ററിൻ്റെ അവസാനം നമ്മൾ എഴുതുന്ന ആൾ അത് സൈൻ ചെയ്യും. സോ നോ വൺ ക്യാൻ സേ ഓർ എസ്കേപ്പ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് കാൺ ബി സ്റ്റോർഡ് ഇൻ റെക്കോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിനെ സ്റ്റോർ ചെയ്യുകയും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല.
ഇറ്റ് ക്യാൻ ബി ഈവൻ റിട്രീവ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ ലേറ്റർ പർപ്പസ്. നമുക്കത് വീണ്ടും എടുത്ത് നോക്കി ഒരു വേറെ ഒരു ആവശ്യകതയ്ക്ക് ഒരു ലേറ്റർ പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രൊഫഷണൽ ഔട്ട്ലുക്ക്. ഇൻ എ ബിസിനസ് ഔട്ട്ലുക്ക് ഈച്ച് ലെറ്റേഴ്സ് റിഫ്ലെക്ട്സ് എ പേഴ്സണാലിറ്റി, എ ക്യാരക്ടർ. നമ്മൾ എഴുതുന്ന ഓരോ ലെറ്റേഴ്സും അതിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. അതാണ് പ്രൊഫഷണൽ ഔട്ട്ലുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ഔട്ട്ലുക്ക് അത് ക്രിയേറ്റ് ചെയ്യും. ബിൽഡ്സ് അപ്പ് ഗുഡ് വിൽ. വെൻ ഇറ്റ് ഗിവ്സ് എ പ്രൊഫഷണൽ ഔട്ട്ലുക്ക് ഇറ്റ് ബിൽഡ്സ് അപ്പ് or generates the goodwill of the organization. ഒരു ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് ഒരു ലെറ്റർ അയക്കുമ്പോൾ അത് അതിനൊരു പ്രൊഫഷണൽ ഔട്ട്ലുക്ക് ഉണ്ട്. ആ പ്രൊഫഷണൽ ഔട്ട്ലുക്ക് വിൽ ഇൻ ടേൺ ബിൽഡ് ദ ഗുഡ് വിൽ ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഗുഡ് വിൽ അത് രൂപപ്പെടുത്തുന്നു. ദ ലെറ്റർ ഹെഡ് ഓഫ് എൻ institution, for instance, will tell what kind of institution it is. So ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലെറ്റർ ഹെഡ് കാണുമ്പം തന്നെ നമുക്ക് എന്ത് തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാകും. Then there are two major aspects to writing. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് മേജർ ആസ്പെക്ട്സ് ആണ് റൈറ്റിങ്ങിലുള്ളത്. ഒന്ന് ഫോർമൽ ആസ്പെക്റ്റും മറ്റൊന്ന് ഇൻഫോർമൽ ആസ്പെക്റ്റും. നമുക്കറിയാം ഒരു ഫോർമൽ ലെറ്റർ എന്താണ്, ഒരു ഇൻഫോർമൽ ലെറ്റർ എന്താണ്. അണ്ടർ ഫോർമൽ ആസ്പെക്ട്സ് we have again types of letters. For instance, a letter to a friend is a very informal and personal kind of letter. നമ്മളൊരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുമ്പോൾ അത് വളരെയധികം ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കൈൻഡ് ഓഫ് ലെറ്ററാണ്. But when we write a similar letter in a business kind of environment, we cannot write in a very informal manner. ഒരു ബിസിനസ് കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റിൽ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഇൻഫോർമൽ മാനറിൽ അത് എഴുതാൻ സാധിക്കത്തില്ല. വി നീഡ് ടു ഫോളോ ദി എറ്റിക്വറ്റ്സ് ഓഫ് ഫോർമൽ റൈറ്റിംഗ്. ഫോർമൽ റൈറ്റിങ്ങിൻ്റെ എറ്റിക്വറ്റ്സ് നമ്മൾ ഫോളോ ചെയ്തേ മതിയാവും. ദെൻ ദി എലമെൻറ്റ്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ. നമ്മൾ ഒരു ലെറ്റർ എന്താണ്, നമ്മൾ നേരത്തെ തന്നെ യു മേ have written letters. You've definitely studied about letters. So here നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഹെഡിങ് ആണല്ലേ. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിസിനസ് ലെറ്റർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിങ് അവിടെ കാണണം. അതുപോലെ ഡേറ്റ്, ഇൻസൈഡ് അഡ്രസ്, റെഫറൻസ്, സബ്ജക്റ്റ്, salutation, body, complimentary clause, signature, enclosure and copy notation. അങ്ങനെ ഏകദേശം 11 എലമെൻറ്റ്സ് ഉണ്ട് ഒരു ബിസിനസ് ലെറ്ററിന്. 3 basic layouts. 3 basic layouts ഉണ്ട്. സ്റ്റാൻഡേർഡ്, റൈറ്റ് അലൈൻഡ്, ലെഫ്റ്റ് അലൈൻഡ്. അപ്പോൾ നമുക്ക് 3 ലേഔട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ലെഫ്റ്റ് അലൈൻ ഫോമാറ്റാണ്. സ്റ്റാൻഡേർഡ് ഫോമാറ്റ്സും ഫോളോ ചെയ്യും. ലേഔട്ട് ടെൽസ് ഹൗ നൈസ്ലി യു ക്യാൻ പ്രസൻറ്റ് ദി എലമെൻറ്റ്സ്. ഒരു ലേഔട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ എത്ര നല്ലതായിട്ട് ആ ഹെഡിങ്ങും സല്യൂട്ടേഷനും സബ്ജക്റ്റും ഒക്കെ എത്ര നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊരു ലേഔട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ലേഔട്ട് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. സ്റ്റാൻഡേർഡ് ഫോമാറ്റിലുള്ള ഒരു ലേഔട്ടാണിത്. ഹെഡിങ് അത് സെൻറ്ററിലായിരിക്കും. ദെൻ കമ്മിങ് ടു ഡേറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. സ്റ്റാൻഡേർഡ് ഫോമാറ്റാണിത്. ഇൻസൈഡ് അഡ്രസ്സ് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതിന് താഴെയായിട്ട് നമുക്ക് റെഫറൻസ് വരും, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ദ ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്ററിന് ശേഷം കോംപ്ലിമെൻ്ററി ക്ലോസും സിഗ്നേച്ചർ. ഇഫ് ദർ ആർ എൻക്ലോഷേഴ്സ് അവിടെ കൊടുക്കാം. കോപ്പി ടു സംവൺ യു ക്യാൻ മെൻഷൻ. സോ അതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമാറ്റിൻ്റെ ഒരു സ്കെലറ്റൻ ഫോമാണ്. നമ്മളാദ്യം ഹെഡിങ് എഴുതുന്നു, അത് നടുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും അഡ്രസ്സും. ദെൻ ആ ഇൻസൈഡ് അഡ്രസ്സ് നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്ന അവരുടെ അഡ്രസ്സ്, റിസീവേഴ്സ് അഡ്രസ്സ്. പിന്നെ ഡേറ്റ് അത് റൈറ്റ് സൈഡിൽ വരും. റെഫറൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ബോഡി ഓഫ് ദ ലെറ്റർ, 1 or 2 paragraphs, 2 or 3 paragraphs at the maximum, and coming to complementary clause and signature. Then if you have enclosures you can attach it. Then moving into the next layout, right aligned one. Right aligned എന്ന് പറയുമ്പോൾ എല്ലാം റൈറ്റിലായിരിക്കും. ഹെഡിങ്ങും ഡേറ്റും ഇൻസൈഡ് അഡ്രസ്സും റെഫറൻസും എല്ലാം റൈറ്റ് സൈഡിലായിരിക്കും എഴുതപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്കെലറ്റൻ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഡിങ്, ഡേറ്റ്, ഇൻസൈഡ് അഡ്രസ്, reference, below that
സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ബോഡി, കോംപ്ലിമെൻ്ററി ക്ലോസ് ആൻഡ് സിഗ്നേച്ചർ എല്ലാം റൈറ്റിലായിരിക്കും. കമ്മിങ് ടു ദ ലെഫ്റ്റ് അലൈൻഡ്, പറഞ്ഞ കാര്യങ്ങളെല്ലാം ലെഫ്റ്റിലായിരിക്കും. ലെഫ്റ്റ് അലൈൻ ഫോമാറ്റ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നത് ഈ ഒരു ലെഫ്റ്റ് അലൈൻ ഫോമാറ്റാണ് നൗ ഡേയ്സ്. അത് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി, എന്തുകൊണ്ടാണ് ഈ ലെഫ്റ്റ് അലൈൻ ഫോമാറ്റ് പോപ്പുലർ ആവുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് പോപ്പുലർ ദീസ് ഡേയ്സ്, റീസൺ ബീയിങ് ദ പോപ്പുലാരിറ്റി ഓഫ് ഇമെയിൽ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് വെരി ഈസി ടു ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ലെഫ്റ്റ് അലൈൻ ഫോമാറ്റിന് കൂടുതൽ പ്രാധാന്യമുള്ളത്, നമുക്ക് കൂടുതൽ ഈസിയാണ് ലെഫ്റ്റ് അലൈൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഈസി ടു ടൈപ്പ് വെൻ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് വൺ. നമ്മൾ നേരത്തെ നോക്കിയ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ആണെങ്കിൽ യു നീഡ് ടു ഇൻഡൻറ്റ് ഓർ ടു പുഷ്, അല്ലെങ്കിൽ ടു സെൻഡ് സർട്ടൻ തിങ്സ്. നടുക്ക് ഹെഡിങ് വരും, സ്റ്റാൻഡേർഡ് ഫോമിൽ റൈറ്റ് സൈഡിൽ ഡേറ്റ് വരും, ലെഫ്റ്റ് സൈഡിൽ ഇൻസൈഡ് അഡ്രസ്സ് വരും, അങ്ങനെയായിരിക്കും സ്റ്റാൻഡേർഡ് ഫോം. പക്ഷേ ഒരു ലെഫ്റ്റ് അലൈൻഡിന് ഫോമാറ്റ് ആണെങ്കിൽ എല്ലാം ലെഫ്റ്റിൽ തന്നെ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലെഫ്റ്റ് അലൈൻ ഫോമാറ്റ് ഇസ് ക്വൈറ്റ് പോപ്പുലർ ഇൻ അമേരിക്കൻ സ്റ്റൈലിൽ അതാണ് കൂടുതൽ പോപ്പുലർ. ബ്രിട്ടീഷ് സ്റ്റൈൽ വുഡ് സ്റ്റിൽ ഫോളോ ദി സ്റ്റാൻഡേർഡ് വൺ സജസ്റ്റഡ് ബിഫോർ. ബ്രിട്ടീഷ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോമാറ്റ് തന്നെയാണ്. As I said, the most popular one is left aligned, and most multinational corporations are aligned towards this left alignment. മിക്കവാറുള്ള എല്ലാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും ഈ ലെഫ്റ്റ് അലൈൻ ഫോമാറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് കൺസർവേറ്റീവ്സ് ദ സ്റ്റാൻഡേർഡ് വൺസ്, കൺസർവേറ്റീവ്സ് ആണെങ്കിൽ യൂഷ്വലി ഫോർമൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇഫ് യു ആർ സെൻഡിങ് എ ലെറ്റർ ടു ദ കൺസർവേറ്റീവ്സ് യു നീഡ് ടു ഫോളോ ദ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു കമ്പനിക്കാണ് നമ്മളൊരു ലെറ്റർ അയക്കുന്നത് എങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ബട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് എ റിപ്ലൈ ടു എ ലെറ്റർ വിച്ച് വാസ് റിട്ടൺ ഇൻ ലെഫ്റ്റ് അലൈൻ ഫോമാറ്റ്, അതായത് നിങ്ങൾക്ക് വന്ന ഒരു ലെറ്റർ അത് ലെഫ്റ്റ് അലൈൻ ഫോർമാറ്റിൽ വന്ന ലെറ്ററാണ് എങ്കിൽ അതിൻ്റെ മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ ലെഫ്റ്റ് അലൈൻ ഫോമാറ്റിൽ തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് അലൈൻ ഫോമാറ്റിൻ്റെ ഒരു സ്കെലറ്റൻ ഫോം എന്ന് പറയുന്നത്. ഹെഡിങ്, date, inside address, reference, subject, salutation, body, complimentary clause, signature, and you can attach enclosures at the bottom too. Then coming to the elements, നമ്മൾ ഓരോ എലമെൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ഇസ് heading, also known as a letterhead. It shows a sender's or organization's name, full address, telephone, fax number and email ID. ഒരു ഹെഡിങ് എന്ന് പറയുമ്പോൾ, ലെറ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷനിൽ ഒരു ക്ലയൻറ്റിന് അയക്കുന്ന ലെറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ലെറ്റർ ഹെഡ് കാണും. അത് ഓൾറെഡി പ്രിൻ്റഡ് ആയിരിക്കും. അത് തീർച്ചയായിട്ടും ഒരു പേജിൻ്റെ നടുക്കായിരിക്കും വരുന്നത് ഹെഡിങ്. ഇൻ എ ലെറ്റർ ഹെഡ് ഓൾ ദീസ് ഡീറ്റെയിൽസ് വിൽ ഓൾറെഡി ബി അറ്റ് ദ സെൻറ്റർ, നടുക്കായിരിക്കും വരുന്നത്. ഇങ്ങനെ ഹൈടെക് ഗ്രാഫിക്സ് ഇങ്ങനെ. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ this would be at the center. ഈ ഹെഡിങ് അല്ല ലെറ്റർ ഹെഡ് ഓൾറെഡി അതിൽ ലെറ്റർ ഹെഡിൽ പ്രിൻ്റഡ് ആയിരിക്കും, അതിങ്ങനെ സെൻറ്ററിലായിരിക്കും നൽകപ്പെടുന്നത്. When a letter head paper is not used, the sender's address is either aligned with left or right margin. ലെറ്റർ ഹെഡ് പേപ്പർ ഇല്ല എങ്കിൽ നമ്മളത് എഴുതുവാണെങ്കിൽ നമ്മൾ ഫോമാറ്റിൽ കൊടുക്കുമ്പോൾ ആ കമ്പനിയുടെ അഡ്രസ്സ് ഒന്നുകിൽ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് അലൈൻഡ് ആയിട്ടോ ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ യൂഷ്വലി ലെഫ്റ്റ് അലൈൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആ ലെറ്റർ ഹെഡ് പേപ്പറിലല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലെഫ്റ്റിൽ ആ അഡ്രസ്സ്, കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ ഒരു ലെറ്റർ ഹെഡ് ആണെങ്കിൽ മാത്രം അത് നടുക്ക് വരും. ലെറ്റർ ഹെഡ് അല്ല എങ്കിൽ അത് ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിലേക്ക് അലൈൻ ചെയ്യപ്പെടും എന്നുള്ളതാണ്. There is also no punctuation formats when we don't use a punctuation. Okay, so at least distinguish that with a space. അതായത് നമ്മൾ skip the slide. After the slide we'll be dealing with punctuations in headings. നമ്മൾ ഒരു ഹെഡിങ്ങിൽ വരുന്ന പങ്ക്ച്വേഷൻസ്, അതായത് ഫുൾ പങ്ക്ച്വേഷൻ ഫോളോ ചെയ്യും ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ പങ്ക്ച്വേഷൻ, അല്ലെങ്കിൽ നോ പങ്ക്ച്വേഷൻ. ഫുൾ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പങ്ക്ച്വേഷൻസും നോട്ട് ചെയ്യും. ഇപ്പം ഹൈടെക് ഗ്രാഫിക്സ് ആഫ്റ്റർ ദാറ്റ് കോമ 613 കോമ. അപ്പം ഓരോന്നും ഡെഫിനറ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ
നമ്മൾ പങ്ക്ച്വേഷൻസ് ഫുള്ള് കാണിക്കുന്നതിനെയാണ് ഫുൾ പങ്ക്ച്വേഷൻ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് ഫോളോ ചെയ്യാം. അത് കൺസർവേറ്റീവ് ബിസിനസ് ഗ്രൂപ്പ്സ് ഫുൾ പങ്ക്ച്വേഷൻ ഫോമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻറ്റേർണൽ പങ്ക്ച്വേഷൻസ് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഇൻറ്റേർണൽ പങ്ക്ച്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സിലൊന്നും വരില്ല, അത് ഉള്ളിലുള്ള പങ്ക്ച്വേഷൻസ് മാത്രം. ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയാണ് ഉള്ളിൽ വരുന്ന പങ്ക്ച്വേഷൻസ്. ഇപ്പം ഇവിടെ 6:13 കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്, അത് ഇൻറ്റേർണലാണ്, അകത്ത് മാത്രമുള്ള പങ്ക്ച്വേഷനാണ്. ഹൈടെക് ഗ്രാഫിക്സ് കഴിഞ്ഞ് നമ്മളൊരു കോമ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റിൽ കൊടുക്കുന്നില്ല. സോ ഇൻറ്റേർണൽ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. The punctuations only used inside. അകത്ത് മാത്രമാണ് ഇവിടെ ഈ സ്ലൈഡിൽ പങ്ക്ച്വേഷൻ ഉള്ളത്. There is also no punctuation format when you don't use a punctuation. പങ്ക്ച്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പങ്ക്ച്വേഷൻ ഇല്ലാതെയും ഫോമാറ്റ്സ് കൊടുക്കാം. പക്ഷേ നമ്മളത് ക്ലിയർ ആയിട്ട് സ്പേസ് കൊടുത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. 6:13 കഴിഞ്ഞ സ്പേസ് കൊടുത്തിട്ടാണ് സർക്കുലർ റോഡ്, ബാംഗ്ലൂർ സ്പേസ് ദ നമ്പർ. അങ്ങനെ ക്ലിയർ ആയിട്ട് പങ്ക്ച്വേഷൻ ഇല്ല എങ്കിൽ അത് സ്പേസ് വെച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡേറ്റ്. ഹെഡിങ് after that, date. It's a very important in a letter and can be used for recording purpose. ഇപ്പോൾ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡിംഗ് പർപ്പസ്, സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി ആ ലെറ്റർ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്പ് ദ ഡേറ്റ് ഡയറക്ട്ലി ബിലോ ദ ഹെഡിങ് അഡ്രസ്. ഹെഡിങ് അഡ്രസ്സിന് ശേഷം നമ്മൾ ഡേറ്റ് ഡയറക്ട്ലി ബിലോ ദാറ്റ് ഡേറ്റ് കൊടുക്കും. അത് എങ്ങനെയാണ് എഴുതുന്നത്? ഡേ, മന്ത് ആൻഡ് ഇയർ ഇൻ ദി അപ്പർ റൈറ്റ് കോർണർ. അപ്പർ റൈറ്റ് കോർണറിലായിരിക്കും നമ്മൾ എഴുതുന്നത് ഡേ, ദിവസം, മാസം ആൻഡ് ഇയർ, വർഷം. അപ്പോൾ ഈ 3 ഫോമാറ്റ്സും നമുക്ക് ഫോളോ ചെയ്യാം. യൂഷ്വലി ഫസ്റ്റ് ഫോമാറ്റ് എഴുതാം. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു രീതിയാണിത്. സ്ലാഷ് ഇട്ട് ഡേയും മന്തും ഇയറും എഴുതാൻ പാടില്ല. അതൊരിക്കലും അങ്ങനെ ഒരു ലെറ്ററിൽ കൊണ്ടുവരരുത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഡേറ്റ്. നെക്സ്റ്റ് ഇസ് ഇൻസൈഡ് അഡ്രസ്. ഇൻസൈഡ് അഡ്രസ് ഓൾസോ മീൻസ് റിസീവേഴ്സ് അഡ്രസ്. ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് ഇൻസൈഡ് അഡ്രസ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു ജനറൽ മാനേജറിനാണെങ്കിൽ ദ ജനറൽ മാനേജർ, ദ കമ്പനീസ് നെയിം, പ്ലേസ്, ദ കോഡ്, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ആ ആളുടെ പേര് കൊടുക്കാം നമുക്ക്. മിസ് ക്രിസ്റ്റീന ജോർജ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഇങ്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. നമ്മളിവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഇസ് എ ഡെസിഗ്നേറ്റ്. 2 എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ ഡെസിഗ്നേഷനാണ് നമ്മൾ കൊടുത്തത്. രണ്ടാമത്തെ കേസിൽ പേരാണ്, ആളുടെ പേരാണ്. പേരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ടൈറ്റിൽ അത് മിസ്റ്റർ ആണോ, മിസ്സസ് ആണോ, അല്ലെങ്കിൽ മിസ് ആണോ, എന്താണെന്ന് വെച്ചാൽ അവിടെ സ്പെസിഫൈ ചെയ്യണം. മിസ്റ്റർ, മിസ്സസ് എന്ന് നമുക്കറിയാം. മാരീഡ് പേഴ്സൺ ആണ് മിസ്സസ് എന്ന് പറയുന്നത്. മിസ് എന്ന് പറയുന്നത് മാരീഡ് പേഴ്സണെയും അൺമാരീഡ് പേഴ്സണെയും നമ്മൾക്ക് മിസ് കൊണ്ട് സ്പെസിഫൈ ചെയ്യണം. നമ്മൾക്ക് ക്ലിയർ അല്ല ആ വ്യക്തി മാരീഡ് ആണോ അല്ലെ മാരീഡ് അല്ലയോ എന്ന് വ്യക്തമല്ല എങ്കിൽ മിസ് കൊടുക്കാം. സോ അങ്ങനെ. അപ്പോൾ നമ്മൾ പേരാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടൈറ്റിൽ അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശ്രീമതി അല്ലെങ്കിൽ ശ്രീ, ആ ഒരു ടൈറ്റിൽ അവിടെ കൊടുത്തിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റെഫറൻസ് ആൻഡ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റഡ് ഇൻ ദ ടൈംസ് ഓഫ് ഇന്ത്യ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ കണ്ട അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റഡ് ദിസ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ റെഫറൻസ് കൊടുക്കേണ്ടത് ഒരു ലെറ്റർ. അല്ലെങ്കിൽ യോർ റെഫറൻസ്, ലെറ്റർ നമ്പർ ദിസ് ഓഫ് ഓഗസ്റ്റ് ദിസ്, അല്ലെങ്കിൽ ആ റെഫറൻസ് നമ്പർ ദിസ് ഓഫ് സെപ്റ്റംബർ 2 ദിസ്. അപ്പോൾ നിങ്ങൾ ലെറ്റർ എഴുതുന്ന രീതിയിൽ നമുക്കതിന് വ്യത്യാസം വരുത്താം. റെഫറൻസ് എന്ന് മാത്രം കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. നെക്സ്റ്റ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്തായിരിക്കണം? സബ്ജക്റ്റ് നമ്മളിങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. അതായത് ആ ഹോൾ ലെറ്ററിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഓർഡർ ഓഫ് പാക്കിംഗ് ബോക്സസ് അതിനെപ്പറ്റിയാണ് ലെറ്റർ. അപ്പോൾ അത് SUB കൊടുത്തിട്ട് കോളിനിട്ടിട്ട് സബ്ജക്റ്റ് കൊടുക്കുക ഇൻ ഫ്യൂ വേർഡ്സ്. ജസ്റ്റ് ഇൻ എ ഫ്യൂ വേർഡ്സ് ആണ് സബ്ജക്റ്റ്. ലൈക്ക് ദിസ് ഓർ ദിസ്. നെക്സ്റ്റ് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ് ആണ്. ആസ് ഓണറബിൾ സർ, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഡിയർ സർ, ഡിയർ സബ്സ്ക്രൈബർ, ഡിയർ മിസ് അശ്വിൻ എക്സെട്ര. അപ്പോൾ ആ ഇത്രയും രീതികൾ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ. ബോഡി ഓഫ് ദ പാരഗ്രാഫ്. 3 മെയിൻ ഡിവിഷൻസ് ആണ്. ഫസ്റ്റ് പാരഗ്രാഫ്, മിഡിൽ പാരഗ്രാഫ്, ഫൈനൽ പാരഗ്രാഫ്. 3 പാരഗ്രാഫ്സ് ആയിട്ട് നമുക്ക് എഴുതാം.
ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാം, നമ്മൾ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ കൊടുക്കാം. മിഡിൽ പാരഗ്രാഫിലാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എഴുതുന്നത് അല്ലേ, അവിടെ നമുക്ക് ഡീറ്റെയിൽസും മറ്റുള്ള ഇൻഫർമേഷൻസും അറ്റാച്ച് ചെയ്യാം. ഫൈനൽ പാരഗ്രാഫിൽ നമ്മളൊരു ക്ലോസിംഗ് ആണ്, പൊളൈറ്റ് ക്ലോസിംഗ്, എക്സ്പ്രഷൻ ഓർ അപ്രീസിയേഷൻ ഫോർ അസിസ്റ്റൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോളോ അപ്പ് ഇൻറ്റൻഷൻസ്, എക്സ്പെക്റ്റഡ് ആക്ഷൻസ്. അപ്പോൾ ആ 3 പാരഗ്രാഫ്സ് ഒരു ബോഡിയിൽ ഓഫ് ദ ലെറ്ററിൽ നമുക്ക് 3 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഓരോ പാരഗ്രാഫ്സിലും എന്തൊക്കെ വേണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. കോംപ്ലിമെൻ്ററി ക്ലോസ്. എന്താണ് ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ്? ഇറ്റ്സ് എ courteous leave taking, a polite way of ending a letter. ഒരു ലെറ്റർ എങ്ങനെ എൻഡ് ചെയ്യാം? ഇറ്റ്സ് ടൈപ്പ് 2 spaced below the last line of the body of the letter. കോംപ്ലിമെൻ്ററി ക്ലോസ് ആൻഡ് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ സർ ആണെങ്കിൽ നമുക്ക് യോസ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ റെസ്പെക്ട്ഫുള്ളി അല്ലെങ്കിൽ ഒബീഡിയൻ്റ്ലി ഉപയോഗിക്കാം. സർ, ഡിയർ സർ ഓർ മാഡം ആണെങ്കിൽ യോസ് ഫെയ്ത്ത്ഫുള്ളി ഓർ ട്രൂലി ഓർ യോസ് ട്രൂലി. ഡിയർ മിസ്റ്റർ, ദ പേഴ്സൺസ് നെയിം മിസ്റ്റർ നിഗം ആണ് യോസ് സിൻസിയർലി. ഡിയർ റീഡർ ആണെങ്കിലും യോസ് സിൻസിയർലി ഫോളോ ചെയ്യാം. അപ്പോൾ സല്യൂട്ടേഷൻസ് ഇങ്ങനെ ആവുമ്പോൾ കോംപ്ലിമെൻ്ററി ക്ലോസസ് യൂഷ്വലി ഇങ്ങനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സിഗ്നേച്ചർ. Signature gives authenticity to the information contained in the letter. It includes often the name and position. നമ്മളുടെ പേരും പൊസിഷനുമാണ് ഒരു സിഗ്നേച്ചർ ലാസ്റ്റ് എൻഡിങ്ങിൽ വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ കാണാം. The person's name is mentioned within brackets and the designation is given at the bottom of it. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സിഗ്നേച്ചറിൻ്റെ പൊസിഷൻ. കമ്മിങ് ടു എൻക്ലോഷേഴ്സ്. എൻക്ലോഷേഴ്സ് നമ്മൾ ഈ ലെറ്ററിനോടൊപ്പം മറ്റെന്തെങ്കിലും എൻക്ലോഷേഴ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, 2 എൻക്ലോഷേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് എൻക്ലോഷർ 1 അല്ലെ എൻക്ലോഷർ 2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ എൻക്ലോഷർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ എൻക്ലോഷർ എന്തൊക്കെയാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് എഴുതാം. സജസ്റ്റ് ദിസ് MOU dated 6 September 2010. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. സപ്പോസ് ഇപ്പോൾ ഒരു ചെക്കാണ്, അങ്ങനെയാണെങ്കിൽ എൻക്ലോഷർ നമ്പർ 2, എൻക്ലോഷർ 2 SBI ചെക്ക് ഡേറ്റഡ് ദ ഡേറ്റ്, അങ്ങനെയും നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഇസ് കോപ്പി നൊട്ടേഷൻ. ദാറ്റ് ഈസ് നമുക്കറിയാം, നമ്മൾ ഒരു ലെറ്ററിൻ്റെ ലാസ്റ്റിൽ എൻക്ലോഷേഴ്സിനും ശേഷം നമ്മൾ കാർബൺ കോപ്പി CC അല്ലെങ്കിൽ അതിന് ഫോട്ടോ കോപ്പി എന്നും പറയും, PC അങ്ങനെ വെക്കും. അപ്പോൾ ആ ഒരു കാർബൺ കോപ്പി ടു നമ്മൾ ഈ എഴുതുന്ന ലെറ്റർ, കോപ്പി ടു ദിസ് പേഴ്സൺ ഓൾസോ, നമുക്ക് ഒരു ഡയറക്റ്റ് കോപ്പി ഈ വ്യക്തിക്കും നമ്മൾ കൊടുക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു സിമ്പിളാണ് CC, കാർബൺ കോപ്പി ടു SK ശ്യാമ. ഇങ്ങനെ നമുക്ക് മറ്റൊരു ആളിനും നമ്മൾ ആ സെയിം ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ CC എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So to conclude, a professional letter is very well planned and written in a professional manner so that the personality of the company or person is revealed in it and it generates goodwill. So ഒരു പ്രൊഫഷണൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം പ്ലാൻ ചെയ്ത് എഴുതേണ്ട ഒന്നാണ്. അതൊരു പ്രൊഫഷണൽ മാനറിലായിരിക്കണം എഴുതേണ്ടത്. അതിൽ നിന്ന് നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ പേഴ്സണാലിറ്റിയാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. അതുവഴി നമുക്കൊരു ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടു കൺക്ലൂഡ്, ഇൻ ദിസ് ലെക്ചർ വി ലേൺഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദി നീഡ് ഫോർ റൈറ്റിംഗ് ഇഫക്റ്റീവ് ലെറ്റേഴ്സ്. എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ലെറ്റേഴ്സ് എഴുതാനായിട്ട് സാധിക്കും, എസ്പെഷ്യലി ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെയും SMS-ൻ്റെയും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെയും ഏജിൽ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ലെറ്റേഴ്സ് എഴുതാൻ സാധിക്കുമെന്നതാണ് ഈ PPTയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം when you are applying for a job, ഒരു ജോബിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പറഞ്ഞ ഫോമാറ്റ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ലെറ്റർ എഴുതാനായിട്ട് സാധിക്കും. അതിൽ നിന്നും നമുക്കൊരു നല്ല ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റിപ്ലൈ കിട്ടാൻ സാധിക്കും നല്ലൊരു പ്രൊഫഷണൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ. സോ അതെങ്ങനെ എഴുതാമെന്നതാണ് നമ്മൾ ഈ ലെക്ചറിൽ കൂടെ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു.